أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1674 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 51-52 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 51-52 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ഫുസ്സിലത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞാൽ പിന്നെ 2 ആയത്തുകൾ കൂടിയാണ് ഈ സൂറത്തിൽ പഠന വിധേയമാക്കാനായി നമുക്ക് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് നാളത്തോടെ ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യന്റെ വിശ്വാസരാഹിത്യത്തിന്റെയും അല്ലെങ്കിൽ വിശ്വാസ ശോഷണത്തിന്റെയും ഒക്കെ ലക്ഷണങ്ങളെ പരാമർശിച്ചുകൊണ്ട് എത്രത്തോളം അത് വിശ്വാസരാഹിത്യമായി, കുഫ്റായി, സത്യനിഷേധമായി അവരിൽ നിലനിൽക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട്. ആളുകളുടെ ഒരു പൊതു പ്രകൃതം എന്ന് പറയുന്നത് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുഖസൗകര്യങ്ങളും അതുപോലെ ക്ഷേമവും സുഭിക്ഷതയും സൗഭാഗ്യങ്ങളുമൊക്കെ അത് ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ വല്ലാതെ വൈകാരികതയോടുകൂടി തന്നെ അതിനു വേണ്ടി നിലകൊള്ളുന്നത് കാണാം. എന്നാൽ അവരുടെ വിശ്വാസം അള്ളാഹുവിലുള്ള, പാരത്രിക ജീവിതത്തിലുള്ള, പ്രവാചകനിലുള്ള വിശ്വാസം ഒരിക്കലും തന്നെ ഇത്തരം ആളുകളിൽ ദൃഢപ്പെട്ടതോ അല്ലെങ്കിൽ വേരോട്ടം നേടിയതോ ഒന്നുമല്ല. അവര് ചഞ്ചല ഹൃദയരായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ചാഞ്ചല്യം തന്നെ അവിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. വലഇൻ അദഖ്നാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ളറാഅ മസ്സതുഹു. ഒരു ദുരിതപൂർണമായ ഒരു കാലം പിന്നിട്ടതിന് ശേഷം അവർക്ക് നാം ഒരു കരുണ ചെയ്യുകയാണെങ്കിൽ, അവരെ അള്ളാഹുവിന്റെ കാരുണ്യം രുചിപ്പിക്കുകയാണെങ്കിൽ, അവര് പിന്നിട്ട കഷ്ടപ്പാടുകളുടെ നാളുകളൊക്കെ പെട്ടെന്നങ്ങ് മറന്ന് തങ്ങള് ജന്മപരമായി തന്നെ ഇതിനൊക്കെ അവകാശമുണ്ടായിരുന്നവരാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് അവരുടെ മനസ്സ് കൃതജ്ഞത ഉള്ളതായി മാറുകയാണ്. അള്ളാഹുവിനോട് അവൻ തങ്ങൾക്കായി നൽകിയിട്ടുള്ള കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാര്യത്തിൽ കൃതജ്ഞത കാണിക്കുന്ന ഒരു മനസ്സല്ല
അവര് ഹാദാലി, ഇതൊക്കെ എന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ എന്റെ അർഹതയാണ് എന്നൊക്കെയുള്ള നിലക്കാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കും ഒന്നോ രണ്ടോ ചുവട് അവര് പോവുകയാണ്. അവർ പറയുന്നത് വമാ അദുന്നു സാഅത ഖായിമതൻ, ഒരു അന്ത്യസമയം, പുനരുത്ഥാനം എന്നൊന്നും പറയുന്ന ഒരു സംഗതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒന്നുണ്ട്, ഞാൻ റബ്ബിന്റെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെടുന്നു എങ്കിൽ തന്നെ അവിടെ എന്നെ കാത്തിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ സംഗതികൾ തന്നെ ആയിരിക്കും. ഇതാണ് അവരുടെ ഒരു നിലപാട്. എന്നാൽ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായത് ഫലനുനബ്ബിഅന്ന അല്ലദീന കഫറു ബിമാ അമിലു, നിഷേധികൾക്ക് അവരുടെ എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് അവര് ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്നത് നാം തീർച്ചയായിട്ടും അവരെ ഓർമ്മപ്പെടുത്തും, അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. വലനുദീഖന്നഹും മിൻ അദാബിൻ ഗലീൽ, പാരുഷ്യമുള്ള ശിക്ഷ നാം അവരെ അനുഭവിപ്പിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഇത് ഒരു മനോഘടനയെയാണ് വെളിപ്പെടുത്തിയത്. അവര് ഭൗതിക താല്പര്യങ്ങളിൽ മുഴുകി കഴിയുന്ന ആളുകളാണ്. ഭൗതിക സുഖക്ഷേമ കാര്യങ്ങള് ഉണ്ടാകുന്നത് അവരനുഭവിക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ അവരത് തങ്ങളുടെ പ്രിവിലേജാണ്, തങ്ങളായതുകൊണ്ട് തന്നെ ലഭ്യമാവേണ്ടതായ അവരുടെ അർഹതയാണ് എന്നൊക്കെയുള്ള നിലക്കാണ് കാണുക. ഇത് അള്ളാഹു നൽകിയതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അള്ളാഹുവിന് അതൊക്കെയും പിൻവലിക്കാം എന്ന് മാത്രവുമല്ല, പിന്നിട്ട നാളുകളിൽ തങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളൊക്കെയും തന്നെ അങ്ങനെ അള്ളാഹു തന്റെ കാരുണ്യം നൽകാതിരിക്കാനോ തടഞ്ഞു വെക്കാനോ പിൻവലിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. പക്ഷെ ഈ കാര്യമൊന്നും ഓർക്കാത്ത ഒരു പ്രതികരണമാണ് ഈ നിഷേധികളുടെ ഭാഗത്ത് നിന്ന് ദൈവികാനുഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നത്. അവരെ ഒരു ദുരിതം ബാധിക്കുമ്പോൾ അവര് അതില് പൂർണ്ണമായും മനം ചത്തവരായി മാറുന്നു എന്നതാണ്, വല്ലാത്ത നിരാശ ബാധിച്ചവരായിട്ട് അവർ മാറുന്നു എന്നതാണ് അവരുടെ വിശ്വാസരാഹിത്യത്തിന്റെ ഒരു പ്രകടമായ ലക്ഷണമായിട്ട് അള്ളാഹു നമ്മൾ പിന്നീട്ട ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കുക. വൈദാ അൻഅംന അലൽ ഇൻസാൻ, ഒരു മനുഷ്യൻ അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു എന്ന് വെക്കുക. വൈദാ അൻഅംന അലൽ ഇൻസാനി, മനുഷ്യന് അള്ളാഹു നിഅമത്ത് ചെയ്തു, നാം നിഅമത്ത് നൽകി എന്നതാണ്. വൈദാ അൻഅംന, അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നാം മനുഷ്യന് നിഅമത്ത് ചൊരിഞ്ഞു കൊടുത്തു. അപ്പോ എന്താണ് അവന്റെ നിലപാട്? അവൻ കാണിക്കുന്ന പ്രതികരണം എന്താണ്? അറള വനആ ബിജാനിബി, അതൊക്കെ ഒരു വിലയുമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ അതൊക്കെ തങ്ങളുടെ പ്രിവിലേജായി അവര് ജന്മപരമായി തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട സംഗതികളായി നോക്കിക്കണ്ട് അവര് തിരിഞ്ഞു പോയി കളയുകയാണ്. അള്ളാഹു അവർക്ക് ചൊരിഞ്ഞു കൊടുത്ത അനുഗ്രഹങ്ങളാണ്. പക്ഷെ അതിൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരാവുകയും അവനോട് കടപ്പാട് കാണിക്കുകയും ഒന്നും ചെയ്യുന്നതിന് പകരം അവര് ഏറ്റവും നന്ദി കെട്ട ഒരു പ്രതികരണമായിട്ട് തിരിഞ്ഞു പോയി കളയുകയാണ്. അതൊരു ശരീരഭാഷയാണ്, തിരിഞ്ഞു പോയി കളയുക എന്ന്. നമ്മെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകമായി അള്ളാഹു ഒരു നിഅമത്ത് തന്ന സന്ദർഭത്തില് അള്ളാഹു തന്ന നിഅമത്തിനെ ശുക്ർ കൊണ്ട്, അവനോടുള്ള കൃതജ്ഞത കാണിച്ചുകൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് അവനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു പ്രതികരണമാണല്ലോ. അങ്ങനെയുള്ള ഒരു പ്രതികരണം കാണിക്കാൻ ഈ നിഷേധികളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അവര്
മുഖം തിരിച്ചു കളയുകയാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന്, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നതിന് കൂട്ടാക്കാത്ത ഒരു മനസ്ഥിതിയാണ് അവരുടെ ആ തിരിഞ്ഞു കളയലിൽ പ്രകടമാവുന്നത്. അതാണ് അവർ കാണിക്കുക. നാം അവർക്ക് നിഅമത്ത് ചൊരിഞ്ഞു കൊടുത്തു, പക്ഷെ ആ ഘട്ടത്തിലും അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും അവര് പ്രതികരിക്കുന്നില്ല. മറിച്ച് അവര് ഇതൊന്നും ആരെങ്കിലും ഇടപെട്ട് നമുക്ക് കിട്ടിയതാണ്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സഹായമാണ് എന്നൊന്നും കാണാൻ അവര് സന്നദ്ധരല്ല. അതവര് നേരത്തെ നമുക്ക് ഉള്ളതാണല്ലോ, ഉണ്ടാവേണ്ടതാണല്ലോ, ഞങ്ങളായതുകൊണ്ട് ഇതൊക്കെ വേണമല്ലോ എന്നൊക്കെയുള്ള ഒരു നിലപാടില് യാതൊരു കൃതജ്ഞതയുടെ ലാഞ്ചനയും കാണിക്കാതെ തന്നെ തിരിഞ്ഞു കളയുകയാണ് അവർ. എന്നിട്ട് അവൻ അകന്നു പോവുകയാണ്. അള്ളാഹുവിനോട് അടുപ്പം കാണിച്ച് അള്ളാഹുവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് അവനോട് ചേർന്ന് വരാൻ ശ്രമിക്കുകയല്ല അവർ ചെയ്യുന്നത്. മറിച്ച് അവന്റെ ഒരു വശത്തേക്കായിട്ട് അവൻ അകന്നു പോയി കളയുകയാണ്. ഇതൊരു നിലപാടാണ്. അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു ശരീരഭാഷയല്ല ഇത്. മറിച്ച് നന്ദികേട് കാണിക്കുന്ന ഒരു ശരീരഭാഷയാണ്. തിരിഞ്ഞു കളയുക എന്നതും തന്റെ ഒരു വശത്തേക്ക്, ഒരു ഭാഗത്തേക്ക് അങ്ങ് അകന്നു മാറിപ്പോവുക എന്നതും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ബൽസിക്കുന്നതിന്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിസ്സാരമായി കാണുന്നതിന്, അതിനോട് ഒരു കടപ്പാടിന്റെയോ പ്രതിബദ്ധതയുടെയോ ഒന്നും പ്രതികരണം കാണിക്കാതെ അതിനെ വളരെ വില കുറഞ്ഞതായിട്ട് കാണിക്കുന്ന ഒരു പ്രതികരണമാണ്, ശരീരഭാഷയാണ് ഈ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അഴറല്ല, ഒന്നാമത്തെ കാര്യം അവർ ചെയ്യുന്നത് അതാണ്. അഴറല്ല, തിരിഞ്ഞു കളയുക. ഒരാളോട് ഇഷ്ടം കാണിക്കാനും കടപ്പാട് കാണിക്കാനും സ്നേഹ ബഹുമാനങ്ങൾ കാണിക്കാനും അയാളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുഖത്ത് അത് പ്രകടിപ്പിക്കുക എന്നതാണ് സാധാരണ മനുഷ്യൻ ചെയ്യുക. എന്നാൽ ഒരാളെ പുച്ഛിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും അയാളുടെ മഹത്തരമായ സഹായം നിസ്സാരമായി കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ശരീരഭാഷയാണ് മുഖം തിരിച്ചു കളയുക, തിരിഞ്ഞു പോയി കളയുക എന്ന്. ഇത് അതിനപ്പുറത്തേക്കും കൂടി ഒരു നന്ദികേട് കാണിക്കുന്ന ഒരു ശരീരഭാഷയാണ് ഈ ആളുകൾ കാണിക്കുന്നത്. ജാനിബ് എന്ന് പറഞ്ഞ വശം ആണ്. തന്റെ ഒരു വശത്തേക്ക് അകന്നു പോയി കളയുന്നു. അത് നിഗളിപ്പ് കാണിക്കാനാണ്, കിബിറ് കാണിക്കാനാണ്, നന്ദികേട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാക്കാനാണ് ഈ അകലം പാലിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം. ഇതാണ് ഈ നിഷേധികൾ അള്ളാഹു അവർക്ക് ഒരു അനുഗ്രഹം ചെയ്താൽ കാണിക്കുന്ന നിലപാട്. അള്ളാഹുവിനോട് യാതൊരു നിലക്കുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയല്ല, അവർ മുഖം തിരിച്ചു കളയുന്നു, അകന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് ഇതൊക്കെയും തങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ് എന്നത് അംഗീകരിച്ച് ഏറ്റുപറയുന്നുമില്ല. ഈ നന്ദികേടിന്റെ സ്വഭാവത്തിനാണ് യഥാർത്ഥത്തിൽ കുഫ്ർ എന്ന് പറയും. സത്യനിഷേധം ഈ ഒരു മനോഘടനയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒരു സംഗതിയാണ്. ഇതാണ് അവരുടെ നിലപാട്, അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷയിൽ പ്രകടമാവുന്ന അള്ളാഹുവിനോടുള്ള നിന്ന അല്ലെങ്കിൽ പുച്ഛം. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. വൈദാ മസ്സഹു ഷർറു, ഇനി അവരെ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ദുരിതമാണ് സ്പർശിക്കുന്നതെങ്കിലോ ഫദു ദുആഇൻ അരീദ്, അപ്പോ നിർത്താതെയുള്ള പ്രാർത്ഥനകളിലാണ് പിന്നെ അവർ. ഇതാണ് ഇവരുടെ മനോഘടന. അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് അവനോട് കടപ്പാടോ കൃതജ്ഞതയോ ശുക്രോ കാണിക്കുന്ന ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടാവുകയില്ല. അന്നേരം നിഗളിപ്പ്, കിബിർ, അകന്നു മാറി നിൽക്കൽ, മുഖം തിരിച്ചു കളയൽ, ഇതൊക്കെയാണ് അവർ ചെയ്യുക. എന്നാൽ അള്ളാഹു അവരെ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തി
ഒരു ദുരിതം അവരെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രയാസം അവരെ അഭിമുഖീകരിക്കുന്നു. അങ്ങനെ ഉണ്ടാവുകയാണെന്ന് വെക്കുക. എന്തെങ്കിലും ഒരു അപകടമോ രോഗമോ അതുപോലെ എന്തെങ്കിലും വിഭവ നഷ്ടമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഷെറുണ്ടായി. അങ്ങനെ ഷെറുണ്ടായി കഴിഞ്ഞാൽ അവര് നേരത്തെ ഉണ്ടായിരുന്ന ആ തന്റെ ഇടത്തിലും വീറിലും വാശിയിലും ഒക്കെ അങ്ങ് പിടിച്ചു നിന്ന് കളയോ. ഇതൊന്നും നമ്മളെ ഏശാൻ പോകുന്നില്ല എന്ന നിലക്ക് അവര് ദൃഢചിത്തരായി ഉറച്ചു നിൽക്കുവോ പിടിച്ചു നിൽക്കുവോ? അങ്ങനെയല്ല അവര് ചെയ്യുക. അവര് വലിയ നിരാശയില് അകപ്പെട്ടവരായി മാറിയിട്ട് പിന്നെ നിലയ്ക്കാത്ത പ്രാർത്ഥനയാണ്. അവര് അരീൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമായ വിധത്തിലുള്ള നീണ്ടു നിൽക്കുന്ന സമയം എടുത്തുകൊണ്ടുള്ള എന്നൊക്കെയാണ് സൂചന. അറള് എന്ന് പറഞ്ഞാൽ പ്രദർശനം എന്നാണ് അർത്ഥം. അതുമായി ബന്ധമുണ്ട് ഈ അരിയൽ എന്ന വാക്ക്. അപ്പോ ഒരു ദുരിതം അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വളരെ പ്രത്യക്ഷമായ വിധത്തിൽ തന്നെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലാണ്. അവര് എണീറ്റ് പോരാത്ത വിധത്തില് ദൈവത്തിന് സാഷ്ടാംഗത്തിലായിട്ടും ആർത്തു കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെയാണ് അവര് നിലക്കുള്ളത്. അപ്പൊ ഇത് എല്ലാ പ്രാർത്ഥനകളും യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ളതല്ല. അള്ളാഹുവിനോട് കാണിക്കേണ്ട മര്യാദ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയും അല്ല. അള്ളാഹുവിനെ ഗൗനിക്കാതെ സന്തോഷവും അതുപോലെ അനുഗ്രഹങ്ങളും ഒക്കെ നൽകപ്പെട്ട സന്ദർഭങ്ങളിൽ അത് അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള നിഅമത്താണ് എന്ന് തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവനോട് പ്രതികരിക്കുന്നതിന് പകരം അതൊക്കെ തന്റെ നേട്ടമാണ് എന്ന നിലക്ക് നിഗളിച്ചു നിൽക്കുന്ന ഒരാള് ദുരിതം വരുമ്പോ മുട്ടുകൂത്തി പ്രാർത്ഥനയിൽ തന്നെയാണ്. എല്ലാവരും കാണുന്ന വിധത്തില് അങ്ങനെ ദീർഘമായ നേരം അല്ലെങ്കിൽ മണിക്കൂറുകള് അല്ലെങ്കിൽ നാളുകള് തന്നെയും അങ്ങനെ ഒരു വ്യായാമത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ദുരിതം വരുമ്പോ എല്ലാവരും കാണുന്ന വിധത്തില് ദൈർഘ്യമേറിയ പ്രാർത്ഥനകളിൽ ഏർപ്പെടുക എന്നത് ആ നേരത്ത് മാത്രം നിർവഹിക്കുന്ന ഒരു സ്വഭാവം പ്രകടമാക്കുന്നത് അത് അള്ളാഹു അംഗീകരിക്കുന്നതോ അള്ളാഹു ഇഷ്ടപ്പെടുന്നതോ ആയ കാര്യമേ അല്ല. അള്ളാഹുവിനെ ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ആവശ്യപ്പെടുന്നത്. അത് സന്തോഷ സന്ദർഭത്തിലും വേണ്ടിവരും, അതുപോലെ വിഷമഘട്ടങ്ങളിലും വേണ്ടിവരും. വിഷമഘട്ടങ്ങളിൽ അതിനൊക്കെ ഒരു മിതത്വം, അതിനൊക്കെ ഒരു മര്യാദയും ഒക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനോടാണ് ചോദിക്കുന്നതും പറയുന്നതും തേടുന്നതും ഒക്കെ, അത് അവിടെ മതി. അത് മുഴുവൻ ആളുകളെയും അവരുടെയൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവരെയൊക്കെ അതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന വിധത്തില് വളരെ പ്രകടനാത്മകതയുള്ള ഒരു സംഗതിയായിട്ട് തങ്ങളുടെ പ്രാർത്ഥനയെ മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ വളരെ പ്രകടനാത്മകതയോടുകൂടി ഉള്ള നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുമില്ല. അത് പ്രാർത്ഥന നിർവഹിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി ഒരാള് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടും അവനെ ഉൾക്കൊണ്ടുകൊണ്ടും ഒക്കെ നിർവഹിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. ഈ ആളുകളുടെ കപടമായ നിലപാടിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അള്ളാഹു ഇവിടെ അതിനെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന് വിധേയപ്പെട്ട അവന്റെ അബുദാവുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാള് അയാളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും അള്ളാഹുവിന് വിധേയപ്പെടും. വിഷമുണ്ടാവുന്ന ഘട്ടങ്ങളിലും അള്ളാഹുവിലേക്ക് തിരിയും. അത് അവരുടെ ഒരു ശരിയായ നിലപാടാണ്. എന്നാൽ ഈ നിഷേധത്തിന്റെ ആളുകള് അങ്ങനെയല്ല. അവര് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാല്
അതൊക്കെ സ്വന്തം നേട്ടമായി കരുതിക്കൊണ്ട് അകലം പാലിക്കും. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെടുന്നതിന്റെ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ അവർ അകന്നു മാറിപ്പോകും. മുഖം തിരിച്ചിട്ട് അകന്നു മാറിപ്പോവുക എന്നതാണ് അവരുടെ ഒരു പ്രതികരണം. എന്നാൽ അവരെ ഒരു ഷെറ് പിടികൂടുകയാണെങ്കിലോ, വൈദാ മസ്സഹു ഷെറു ഫദു ദുആഇൻ അരീദ്, അവര് വല്ലാതെ പ്രകടനാത്മകതയുള്ള പ്രാർത്ഥനകളിലാണ്. പിന്നെ നാടൊട്ടുക്കും പ്രാർത്ഥന, പൊതു ഇടങ്ങളിലുള്ള പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥന. ഇതിൽ അള്ളാഹു എവിടെ? അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന എവിടെ? അള്ളാഹുവിനെ അംഗീകരിക്കൽ എവിടെ? ഇതൊക്കെ ഒരു പ്രകടനാത്മകതയാണ്. ഈ വിധത്തിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുക. എന്ന് പറഞ്ഞ ചാഞ്ചല്യമാണ്. നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു നിലപാടോ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കലോ ഒന്നും അവരുടെ പെരുമാറ്റത്തിൽ പ്രകടമാവുകയില്ല. അവര് ഈ ഷെറ് ബാധിക്കുന്നതോടെ വല്ലാതെ വെപ്രാളപ്പെട്ട് അവര് പിന്നെ സകല വഴികളിലൂടെയും പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആളുകളുടെ മുന്നിൽ അതെങ്ങനെ കാണിക്കുന്ന ഒരു സ്വഭാവത്തിലാണ്. എന്നാൽ അള്ളാഹു അതിനെ തുടർന്ന് ഈ നിഷേധത്തിന്റെ ആളുകളോടായിട്ട് ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി സുമ്മ കഫർതും ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ് അവരോട്, ഈ നിഷേധത്തിന്റെ ആളുകളോട് ഇങ്ങനെ ഒരു ചോദ്യം, അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന വിധത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുക. ആ ചോദ്യം ഇതാണ്, അറഅയ്തും, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇൻ കാന മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെയാണ് എങ്കിൽ ഈ വേദഗ്രന്ഥം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് നിങ്ങൾ നിഷേധിക്കുന്നു എന്നതാണല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോ ഇത് രണ്ട് സാധ്യത ഉണ്ട്. നിങ്ങൾ നിഷേധിക്കുന്ന പോലെ അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്ന് വന്നു എന്ന് വെക്കുക. അതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഇത് അള്ളാഹുവിൽ നിന്നിൽ ഉള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വല്ല തെളിവും ദൈവികമായിട്ടോ അല്ലെങ്കിൽ ഈ സാഹചര്യപരമായിട്ടോ നിങ്ങൾക്ക് വല്ല തെളിവും അവതരിപ്പിക്കാനുണ്ടോ? അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും. ഇനി ഒരു വാദത്തിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇൻകാന മിൻ ഇൻദില്ലാഹി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. അള്ളാഹു അവന്റെ വേദം അവരുടെ മുന്നിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ ഒന്നുകിൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ദൈവിക മാർഗദർശനം എന്ന നിലക്ക് അവതരിച്ച വേദഗ്രന്ഥമാണ്, അതല്ലെങ്കിൽ അത് വ്യാജമാണ്. ഈ രണ്ട് സാധ്യതയാണല്ലോ ഉള്ളത്. നിങ്ങൾ പറയുന്നത് ഇത് വ്യാജമാണ് എന്നതാണ്, എന്നിട്ടാണ് നിങ്ങൾ ഈ നിലപാടൊക്കെ എടുത്തുകൊണ്ട് പോണത്. അതിരിക്കട്ടെ, ഇത് സത്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻകാന മിൻ ഇൻദില്ലാ, എന്നിട്ട് സുമ്മ കഫർതും ബി, എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിട്ടാണ് നിലകൊള്ളുകയും ചെയ്യുന്നത് എന്നും സങ്കല്പിക്കുക. അതാണല്ലോ ഇപ്പോ പ്രത്യക്ഷത്തിലുള്ളത്. ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നിങ്ങൾ അതിനോട് നിഷേധപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ മൻ അളല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, നിങ്ങളെക്കാൾ മാർഗഭ്രംശം സംഭവിച്ച ഒരാളായിട്ട് വേറെ ആരും ഉണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കിതാബ് ദൈവിക ഗ്രന്ഥമാണ്, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ കളവാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ദൈവിക ഗ്രന്ഥം തന്നെ, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരുമാണ് എങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മൻ അളല്ലു, ആരായിരിക്കും നിങ്ങളെക്കാൾ മാർഗഭ്രംശം സംഭവിച്ച തെറ്റായ വഴിയിലേക്ക് നീങ്ങിയ വേറൊരാളുണ്ടാവുക? ആരായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് മറ്റാരെക്കാളും വഴി പിഴച്ചവര് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ്. ഇത് സത്യവേദ പുസ്തകമാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ്.
നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണ് എന്നതാണ് സത്യമെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെക്കാൾ പിഴച്ചവര് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിഴച്ചവര് നിങ്ങളായിരിക്കുമല്ലോ. ഉറപ്പല്ലേ? ഇത് സത്യവേദമാണ്, നിങ്ങൾ അതിനെ നിഷേധിച്ചിരിക്കുകയാണ് എന്നതാണ് സത്യമെങ്കിൽ പിന്നെ നിങ്ങളെക്കാളും വഴിപിഴച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടാകും? ഏറ്റവും ഭാഗ്യം കെട്ട വഴിപിഴച്ച കൂട്ടര് നിങ്ങളായിരിക്കും. ഇത് അള്ളാഹു കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്വഭാവത്തിലാണ് ഇവിടെ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മൻ അളല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്. ഒരു വിയോജിപ്പിന്റെയും എതിർപ്പിന്റെയും വലിയ അകലം പാലിച്ചുകൊണ്ടാണ് ഒരാൾ നിലകൊള്ളുന്നത് എന്ന് വെക്കുക. അയാളെക്കാൾ വഴിപിഴച്ചവനായിട്ട് പിന്നെ ആരുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വേദം, പ്രവാചകൻ അവർക്ക് സത്യസന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരുമായി എങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഏറ്റവും പിഴച്ചവനായ ഒരാളുടെ അവസ്ഥയായിരിക്കും. എങ്ങനെയാണ് അയാൾ ഏറ്റവും പിഴച്ചവനായത്? അയാള് ഈ സത്യം അവതരിച്ചപ്പോ അതിനോട് എതിർപ്പും ശത്രുതയും അതുപോലെ അതിനോടൊരു വിരോധവും ഒക്കെ കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് വളരെ അകലെയായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് വെക്കുക. അങ്ങനെ ഒരാളെ പോലെ തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധത്തിൽ വഴിപിഴച്ചു പോയ ഒരാളുടെ അവസ്ഥ പോലെ നിങ്ങൾ ഏറ്റവും പിഴച്ച അവസ്ഥയിലാണ് എന്നതല്ലേ അതുകൊണ്ട് വരിക. അപ്പോ രണ്ട് സാധ്യതയുണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ ഈ കിതാബ് വന്നതിനെ തുടർന്ന്. ഒന്ന്, അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നവരാവുക എന്നതാണ്. രണ്ടാമത്തത്, അത് സത്യമായിരിക്കെ തന്നെ അതിനെ വ്യാജമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് അകന്നു മാറി നിൽക്കുക എന്നതാണ്. ഈ രണ്ടാമത് പറഞ്ഞ ആളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അയാളെക്കാളും വഴിപിഴച്ചവനായിട്ട് പിന്നെ ആരെങ്കിലും ഉണ്ടാവും? ഇതാണ് അള്ളാഹു ഒരു ചോദ്യ രൂപത്തില്, ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യന്റെ രൂപത്തില് ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു തന്റെ പ്രവാചകനെ ചുമതലപ്പെടുത്തുന്നത്. ഫുൽ പ്രവാചകരെ അവരോട് ഇങ്ങനെ ചോദിക്കുക, അറഅയ്തും, നിങ്ങൾ എന്ത് കരുതുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എങ്കിൽ, സുമ്മ കഫർത്തും ബിഹി, പിന്നെ നിങ്ങൾ അതിനെ നിഷേധിച്ചവരായി മാറുകയും ചെയ്തു എങ്കിൽ, മൻ അളല്ലു, ആരാണ് കൂടുതൽ പിഴച്ചു പോയവനായിട്ടുണ്ടാവുക? മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, വലിയ എതിർപ്പിലും ശത്രുതയിലും വിരോധത്തിലും ഉള്ള, അങ്ങനെ ഒരുപാട് അകലം പാലിച്ചു നിൽക്കുന്ന ഒരാളെക്കാൾ പിഴച്ചവനായിട്ട് വേറെ ആരുണ്ടാകും? ഇതാണ് ചോദ്യം. ആ അകലം പാലിച്ച് മാറി നിൽക്കുന്നവൻ എന്നത് ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന നിഷേധികൾ തന്നെയാണ്. കാരണം അവര് വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അകലം പാലിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ അകലം പാലിച്ച് മാറി നിൽക്കുന്നവരെക്കാൾ ഭാഗ്യം കെട്ട ഏറ്റവും പിഴച്ചു പോയ വേറെ ആരുണ്ട് എന്നതാണ് ചോദ്യം. ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. അങ്ങനെ ചെയ്യുന്നവര് തന്നെയാണ് ഏറ്റവും ഭാഗ്യദോഷികളായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൂതന്റെ സാന്നിധ്യമുണ്ട്. ഈ കിതാബ് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹു അത് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്തിച്ചു കൊടുത്ത മലക്ക് ജിബ്രീലിന്റെ സാന്നിധ്യമുണ്ട്. ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട അനേകം ആളുകൾ അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാനാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സത്യമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനോട് ശത്രുത കാണിച്ച് അകലം പാലിച്ച് മാറി നിൽക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് നിങ്ങളെക്കാൾ പിഴച്ചുപോയ, നിങ്ങളെക്കാൾ ഭാഗ്യം കെട്ട, നിങ്ങളെക്കാൾ നേരാം വഴിയിൽ നിന്ന് അകന്നുപോയ ഒരാള് വേറെ ആരാ ഉണ്ടാവുക? ഇതാണ് അള്ളാഹു ഉന്നയിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. മക്കയിലെ ആ സത്യനിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും
ഈ ആയത്തുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം അവരെ ചിന്തയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി കുറിക്കുകൊള്ളുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് അള്ളാഹു ഇത്തരം സൂറത്തുകളിൽ അവതരിപ്പിക്കുന്നത്. അത് ബന്ധപ്പെട്ട സകലരെയും ആലോചനയുള്ളവരാക്കി മാറ്റാനും കാര്യങ്ങളെ അവയുടെ ശരിയായ വിധത്തില് ശരിയായ പ്രകൃതം ഉൾക്കൊണ്ടുകൊണ്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനും ഒക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ അള്ളാഹു ഉന്നയിക്കുന്നത്. അവ വിശ്വാസികൾക്ക് പ്രയോജനകരമാണ്, അതേപോലെ തന്നെ അവിശ്വാസികൾക്കും പ്രയോജനകരമാവേണ്ടതാണ്. അവരെത്രത്തോളം ആ ചോദ്യങ്ങളെ ഗൗരവത്തിൽ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവര് അതിലൂടെ നേടുന്ന, അവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങള് അല്ലെങ്കിൽ സൗഭാഗ്യങ്ങള് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 51, 52 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് 2 ആയത്തുകൾ കൂടിയാണ് ഈ സൂറത്തിൽ അവശേഷിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.